അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ 18-ാം ജുസ്, അധ്യായം 24, സൂറത്തുൻ നൂർ, ആയത്ത് നമ്പർ 61. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലൈസ അലൽ അഅ്മ ഹറജുൻ വലാ അലൽ അഅ്റജ് ഹറജുൻ വലാ അലൽ മരീദി ഹറജുൻ വലാ അലാ അൻഫുസികും അൻ തഅകുലൂ മിൻ ബുയൂതികും ഔ ബുയൂതി ആബാഇകും ഔ ബുയൂതി ഉമ്മഹാതികും ഔ ബുയൂതി ഇഖ്വാനികും ഔ ബുയൂതി അഖവാതികും ഔ ബുയൂതി അഅ്മാമികും أو بيوت أعمامكم أو بيوت عماتكم أو بيوت أخوالكم أو بيوت خالاتكم أو ما ملكتم مفاتحه أو صديقكم. ليس عليكم جناح أن تأكلوا جميعا أو أشتاتا فإذا دخلتم بيوتا فسلموا على أنفسكم تحية من عند الله مباركة طيبة كذلك يبين الله لكم الآيات لعلكم تعقلون. നിങ്ങളുടെ വീടുകളിൽ നിന്ന്, അതായത് ഭക്ഷണം തിന്നുന്നതിന് അന്ധന്റെ മേൽ വിഷമമില്ല, മുടന്തന്റെ മേലും വിഷമമില്ല, രോഗിയുടെ മേലും നിങ്ങളുടെ സ്വന്തം പേരിലും തന്നെ വിഷമമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പിതാക്കളുടെ വീടുകൾ, അല്ലെങ്കിൽ മാതാക്കളുടെ വീടുകൾ, അല്ലെങ്കിൽ സഹോദരന്മാരുടെ വീടുകൾ, അല്ലെങ്കിൽ സഹോദരിമാരുടെ വീടുകൾ, അല്ലെങ്കിൽ പിതൃവ്യന്മാരുടെ വീടുകൾ, അല്ലെങ്കിൽ പിതൃ സഹോദരികളുടെ വീടുകൾ, അല്ലെങ്കിൽ മാതൃ സഹോദരന്മാരുടെ വീടുകൾ, അല്ലെങ്കിൽ മാതൃ സഹോദരിമാരുടെ വീടുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താക്കോൽ അധീനമായിട്ടുള്ളവ, അല്ലെങ്കിൽ നിങ്ങളുടെ ചങ്ങാതിയുടേത്, അതായത് എന്നിവയിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതിന് വിഷമമില്ല. നിങ്ങൾ ഒരുമിച്ചോ അല്ലെങ്കിൽ വെവ്വേറെയോ തിന്നുന്നതിന് നിങ്ങളുടെ മേൽ തെറ്റില്ല. എന്നാൽ നിങ്ങൾ വല്ല വീടുകളിലും പ്രവേശിക്കുന്നതായാൽ നിങ്ങൾ നിങ്ങൾക്കു തന്നെ അള്ളാഹുവിങ്കൽ നിന്നുള്ള പാവനമായ ഒരു അനുഗ്രഹീത ഉപചാരമെന്ന നിലക്ക് സലാം ചൊല്ലണം. ഇപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് ലക്ഷ്യങ്ങളെ വിവരിച്ചു തരികയാണ്, നിങ്ങൾ മനസ്സിരുത്തുവാൻ വേണ്ടി. അന്ധന്മാർ, മുടന്തന്മാർ, രോഗികൾ എന്നിവരുടെ കൂടെ ഭക്ഷണം തിന്നുന്നതിന് വിഷമമില്ല എന്ന് പറഞ്ഞതിന്റെ താല്പര്യം വിവരിക്കുന്നതിൽ മുൻഗാമികളായ മഹാന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണപ്പെടുന്നു. ഒന്ന്, സാധാരണ ആരോഗ്യവാന്മാരായ ആളുകൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഇവർക്ക് മറ്റുള്ളവരെ പോലെ തന്നെ അത് ഉപയോഗിക്കുവാനുള്ള കഴിവും സാമർഥ്യവും ഇല്ലാതിരിക്കുന്നത് കൊണ്ട് അവരൊന്നിച്ച് ഭക്ഷണം കഴിക്കുന്നത് അന്യായമാണെന്ന് ചിലർ കരുതി വന്നിരുന്നു. നിങ്ങളുടെ ധനം നിങ്ങൾക്കിടയിൽ അന്യായമായി തിന്നരുത്, വലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ എന്ന ഖുർആൻ വാക്യത്തിന്റെ അർത്ഥവ്യാപ്തിയിൽ ഇതും ഉൾപ്പെട്ടേക്കുമോ എന്നും അവർ ഭയപ്പെട്ടിരുന്നു. ആകയാൽ അതിന് വിരോധമില്ലെന്ന് കാണിക്കുകയാണ് ഈ ആയത്തിന്റെ താല്പര്യം എന്നാണ് ഒരഭിപ്രായം. ഇപ്രകാരം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. 2, ഇങ്ങനെയുള്ളവർ മറ്റുള്ളവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് അവർക്ക് തൃപ്തികരമായിരിക്കില്ലെന്ന് കരുതി ഇവർ സ്വയം തന്നെ ഒഴിഞ്ഞു നിൽക്കാറുണ്ടായിരുന്നു. ഇതിനെപ്പറ്റിയാണ് ഈ വചനത്തിൽ പറയുന്നതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. 3, നേരെ മറിച്ച് ഇവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ചില ആളുകൾ മ്ലേച്ഛമായി കരുതിയിരുന്നതിനെ കുറിച്ചാണിത് എന്നാണ് മറ്റൊരഭിപ്രായം. 4, അന്ധന്മാർ മുതലായ വൈകല്യമുള്ളവരെ തങ്ങളുടെ സ്വന്തം വീടുകളിൽ വെച്ച് സ്വീകരിക്കുവാൻ സൗകര്യം കുറവായിരുന്നത് കൊണ്ട് ചില ആളുകൾ അവരെ തങ്ങളുടെ കുടുംബങ്ങളുടെ ഗൃഹങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാറുണ്ടായിരുന്നുവെന്നും അത് ഇവർക്ക്, അന്ധന്മാർ തുടങ്ങിയവർക്ക് അസുഖമായി തോന്നാറുണ്ടായിരുന്നുവെന്നും അതിനെപ്പറ്റിയാണിവിടെ പറഞ്ഞതെന്നും വേറെ ചിലർ അഭിപ്രായപ്പെടുന്നു. 5.
ഇനി ഒരു അഭിപ്രായമുള്ളത് സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു, ഉബൈദുല്ലാഹിബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു മുതലായവരുടെ അഭിപ്രായമാണ്. അതായത് മുസ്ലിങ്ങൾ യുദ്ധയാത്രകൾ ചെയ്യുമ്പോൾ അവരുടെ ബന്ധുക്കളും യുദ്ധത്തിനു പോകാൻ കഴിയാത്തവരുമായ മേപ്പടി ആളുകളുടെ വശം തങ്ങളുടെ വീടുകളുടെ താക്കോൽ കൊടുത്തേൽപ്പിക്കുക പതിവായിരുന്നു. അവർ മടങ്ങി വരുന്നതുവരെ ആ വീടുകളിൽ നിന്ന് ഭക്ഷണവും മറ്റും ഉപയോഗിച്ചു കൊള്ളുവാൻ അവരോട് പറയുകയും ചെയ്യും. എന്നാൽ വീട്ടുടമസ്ഥന്മാരുടെ അഭാവത്തിൽ അവർ അതിന് മടിക്കുമായിരുന്നു. ഇങ്ങനെയുള്ള വിഷമങ്ങളൊന്നും സഹിക്കേണ്ടുന്ന ആവശ്യമില്ല എന്നാണ് ആയത്തിന്റെ താല്പര്യമെന്നത്രേ ഇവർ പറയുന്നത്. ഈ ഒടുവിൽ പറഞ്ഞ അഭിപ്രായത്തിനാണ് മഹാനായ ഇബ്നു ജരീർ റഹിമഹുല്ല പോലെയുള്ള ചില വ്യാഖ്യാതാക്കൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ അഭിപ്രായവും പലരും ബലപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു അഅലം. ഏതായാലും തത്വപരമായി നോക്കുമ്പോൾ ഈ അഭിപ്രായങ്ങൾ തമ്മിൽ പരസ്പര വൈരുദ്ധ്യമുള്ളവയല്ല. ആയത്തിന്റെ അവതരണ ഹേതു ഏതായിരുന്നുവെന്നതിലുള്ള വ്യത്യസ്താഭിപ്രായങ്ങൾ മാത്രമാണവ. മേൽപ്പറഞ്ഞ തരത്തിലുള്ള യാതൊരു വിഷമങ്ങളും അവരെ അന്ധരെയും മുടന്തരെയും രോഗികളെയും സംബന്ധിച്ച് മതത്തിൽ ഇല്ല എന്നാണ് ആയത്തിന്റെ സാരമെന്ന് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ ആയത്തിന്റെ ആകെ സാരം ഇങ്ങനെ സംഗ്രഹിക്കാം: അന്ധന്മാർ, മുടന്തന്മാർ, രോഗികൾ മുതലായവരും അല്ലാത്ത ആളുകളും തങ്ങളുടെ സ്വന്തം വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ അതായത് തുടർന്ന് വിവരിച്ചിട്ടുള്ള ബന്ധുക്കളുടെയും സ്നേഹജനങ്ങളുടെയും വീടുകളിൽ നിന്നോ ഭക്ഷണം കഴിക്കുന്നതിനാകട്ടെ, ഒന്നിച്ചോ വെവ്വേറെയോ ഭക്ഷണം കഴിക്കുന്നതിനാകട്ടെ മതത്തിൽ യാതൊരു വിരോധവുമില്ല. ബുയൂത്തിക്കും നിങ്ങളുടെ വീടുകൾ എന്നു പറഞ്ഞതിൽ സ്വഭാര്യമാരുടെയും മക്കളുടെയും വീടുകൾ ഉൾപ്പെടുന്നു. നീയും നിന്റെ ധനവും നിന്റെ പിതാവിൻ്റേതു തന്നെ എന്നും നിങ്ങൾ ഭക്ഷിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശുദ്ധമായത് നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നുള്ളതാണ്, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പാദ്യത്തിൽ പെട്ടതാകുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിച്ചതായി ഹദീസിൽ വന്നിട്ടുണ്ട്. താക്കോൽ അധീനമാക്കുക എന്നതിന്റെ വിവക്ഷ വീട്ടിന്റെ കൈകാര്യം കൈവശമുണ്ടായിരിക്കുക എന്നത്രേ. ഒരു വീട്ടിന്റെയോ സ്വത്തിന്റെയോ കൈകാര്യം ഏൽപ്പിക്കപ്പെട്ട കാര്യസ്ഥന്മാർക്കും അടിമകൾ, കുട്ടികൾ മുതലായവരുടെ കൈകാര്യങ്ങൾ നടത്തുവാൻ ചുമതലപ്പെട്ടവർക്കും അതാത് വീടുകൾ അധീനപ്പെട്ടവയായിരിക്കുന്നതാണ്. കുടുംബബന്ധം ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, പരസ്പരം സ്നേഹവും ഇണക്കവും ഉള്ളവരെല്ലാം സ്വദീഖ് ചങ്ങാതിമാരിൽ ഉൾപ്പെടുന്നു. മേൽ പ്രസ്താവിച്ച വീടുകളിൽ നിന്നെല്ലാം ഭക്ഷണം കഴിക്കുന്നതിന് വിഷമമില്ല എന്നതിന്റെ താല്പര്യം പ്രത്യേകം ക്ഷണിക്കാതെയും വീട്ടുകാർ ഹാജരില്ലാത്തപ്പോഴും അവിടെ പ്രവേശിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും തെറ്റില്ല എന്നാണ്. പക്ഷേ സാധാരണ മര്യാദയിൽ കവിഞ്ഞ് അമിതമായോ വീട്ടുകാരുടെ തൃപ്തി കൂടാതെയോ വീട്ടുകാർക്ക് ഏതെങ്കിലും വിഷമം നേരിടത്തക്ക വിധത്തിലോ ഒന്നും പാടില്ലെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അതുപോലെ തന്നെ തമ്മിൽ കാണുവാൻ പാടില്ലാത്ത ആളുകൾ അകത്തുള്ള പക്ഷം അനുവാദം ചോദിച്ചും മുകളിൽ കണ്ട മര്യാദകൾ പാലിച്ചും കൊണ്ടേ വീടുകളിൽ പ്രവേശിക്കുവാനും പാടുള്ളൂ. മുമ്പ് അറബികളിൽ ചിലർ ഒറ്റയായി ഭക്ഷണം കഴിപ്പാൻ മടിച്ചിരുന്നതായും കൂട്ടുകാരെ കിട്ടാത്തപ്പോൾ ഭക്ഷണം ഉപേക്ഷിച്ചിരുന്നതായും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മറിച്ച് വേറെ ചിലർ കൂട്ടത്തിൽ ഭക്ഷണം കഴിപ്പാൻ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടായിരിക്കാമെന്നതും സ്വാഭാവികമാണല്ലോ. ഒറ്റയായോ കൂട്ടായോ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്ന് നിർബന്ധമില്ലെന്നും സൗകര്യം പോലെ രണ്ടും ആവാമെന്നും ഈ ആയത്ത് സ്പഷ്ടമാക്കുന്നു. ആപേക്ഷികമായി നോക്കുമ്പോൾ ഒറ്റയായിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഉത്തമം കൂട്ടായിട്ടാണെന്ന് ഹദീസുകളിലും മറ്റും സ്ഥാപിതമായിട്ടുള്ളതാണ്. ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറയുന്നില്ല, അതായത് മതി തോന്നുന്നില്ല എന്ന് പറയുകയുണ്ടായി. തിരുമേനി പറഞ്ഞു, നിങ്ങൾ വേറിട്ടായിരിക്കാം ഭക്ഷണം കഴിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിന് ഒരുമിച്ചിരിക്കുകയും അള്ളാഹുവിന്റെ നാമം ബിസ്മി പറയുകയും ചെയ്യുവിൻ, എന്നാൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ടാകും. റവാഹു അഹ്മദ് വ അബൂ ദാവൂദ് വ ഇബ്നു മാജ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവിൻ, വേറിട്ട് കഴിക്കരുത്. കാരണം ബർക്കത്ത്, അതായത് അഭിവൃദ്ധി സംഘത്തോടൊപ്പമായിരിക്കും. കുലു ജമിഅ വലാ തഫറഖു ഫഇന്നൽ ബറകത മഅൽ ജമാഅ. ഇബ്നു മാജ. വാസ്തവത്തിൽ അനുഭവങ്ങൾ തന്നെ ഈ നബിവചനത്തിന് സാക്ഷ്യം നൽകുന്നത് കാണാം.
മേൽപ്പറഞ്ഞ ഏതു വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാം, ആരൊന്നിച്ചും കഴിക്കാം, വേണമെങ്കിൽ ഒറ്റയ്ക്കിരുന്നും കഴിക്കാം എന്നൊക്കെ നമ്മുടെ സൗകര്യത്തിന് വിട്ടുതന്ന ശേഷം ഒരു കാര്യം അള്ളാഹു പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത് നോക്കുക. നിങ്ങൾ ഏതു വീട്ടിൽ ചെല്ലുമ്പോഴും സലാം പറഞ്ഞ് കടക്കണം. ഇതാണത്. വീട്ടുകാർക്ക് സലാം പറയണം എന്നു പറയാതെ നിങ്ങൾക്ക് തന്നെ സലാം പറയണം. ഫസല്ലിമു അല അംഫുസിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ സാരഗർഭമാകുന്നു. നിങ്ങളെല്ലാവരും, നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങൾ തുടങ്ങിയ ബന്ധുക്കളും അല്ല, മുസ്ലിങ്ങൾ എല്ലാവരും തന്നെ ഒരൊറ്റ ദേഹമാണ്. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം സലാം പറയുന്നതും ആ സലാമിന്റെ ഫലം ലഭിക്കുന്നതും നിങ്ങൾക്കു തന്നെയാണ്. ഇക്കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിരുത്തണം എന്നൊക്കെ ആ വാക്ക് സൂചിപ്പിക്കുന്നു. സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യക്കും മക്കൾക്കും സലാം പറയണമെന്ന് ഹദീസിൽ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ദൈർഘ്യം കൊണ്ട് ഹദീസുകൾ ഉദ്ധരിക്കുന്നില്ല. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ആരെയും കാണാത്ത പക്ഷം സ്വന്തം ദേഹത്തിനു തന്നെ അസ്സലാമു അലൈന, നമുക്ക് സമാധാന ശാന്തി ഉണ്ടാവട്ടെ എന്ന് സലാം പറയേണ്ടതാണെന്ന് മുജാഹിദ് റഹിമഹുല്ല, ഖത്താദ റഹിമഹുല്ല മുതലായവരിൽ നിന്ന് പ്രമാണിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഇസ്ലാമിക മര്യാദകൾ മുസ്ലിങ്ങൾക്കിടയിൽ ഇന്ന് മിക്കതും വിസ്മരിക്കപ്പെട്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ അതിന്റെ അനന്തരഫലം സമുദായം ഇന്ന് അനുഭവിക്കുന്നുമുണ്ട്. സലാമിന്റെ പ്രാധാന്യം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കുവാൻ അള്ളാഹു അതിന് കൊടുത്തിരിക്കുന്ന നാമവിശേഷണം മാത്രം ആലോചിച്ചാൽ മതിയാകും. തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബ. എത്ര മഹത്തായ ഒന്നായിട്ടാണ് അള്ളാഹു അതിനെ വർണ്ണിച്ചത്. അള്ളാഹുവിങ്കൽ നിന്നുള്ള ഉപചാരവാക്കാണത്. അവന്റെ വക കാഴ്ചയാണത്. തഹിയ്യത്തൻ മിൻ ഇൻദില്ല. അനുഗ്രഹീതമാണ്, അഭിവൃദ്ധിയുള്ളതാണ്, ആശീർവദിക്കപ്പെട്ടതാണ്. മുബാറക്ക, പരിപാവനമാണ്, പരിശുദ്ധമാണ്, നല്ലതാണ്, ഹൃദയശുദ്ധിയോട് കൂടിയുള്ളതാണ്. ത്വയ്യിബ. ഇനി സലാമിന്റെ അർത്ഥമാണെങ്കിലോ നിങ്ങൾക്ക് സമാധാന ശാന്തി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയുമാണത്. സലാം മടക്കുന്നവൻ നിങ്ങൾക്കും സമാധാന ശാന്തി ഉണ്ടാവട്ടെ എന്ന പ്രത്യുത്തരം പറയുകയും ചെയ്യുന്നു. ഇതിലപ്പുറം എന്തൊരു ഉപചാര വചനമാണ് മനുഷ്യർ തമ്മിൽ പറയുവാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു: ലാ തദ്ഖുലുൽ ജന്ന ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹാബു അവലാ അദുല്ലുകും അലാ ഷൈഇ ഇദാ ഫഅൽതുമൂഹു തഹാബബതും അഫ്ശുസ് സലാമ ബൈനകും. മുസ്ലിം. നിങ്ങൾ വിശ്വസിക്കുന്നതുവരെ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കുന്നതല്ല. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടാവുകയുമില്ല. നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ? അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അന്യോന്യം സ്നേഹമുണ്ടാകും. അതായത് നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം പ്രചാരപ്പെടുത്തുവിൻ. മുസ്ലിം. ഇങ്ങനെയുള്ള ഇസ്ലാമിക മര്യാദകളും ആചാരോപചാരങ്ങളും ഇത്ര വിസ്തരിച്ചു വെളിവാക്കുവാനുള്ള കാരണം 58ഉം 59ഉം ആയത്തുകളിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ഇവിടെ വീണ്ടും അള്ളാഹു ആവർത്തിച്ചു പറയുന്നത് നോക്കുക: കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാതി ലഅല്ലകും തഖിലൂൻ. അതെ, നിങ്ങൾ മനസ്സിരുത്തുവാൻ വേണ്ടിയാണ് അള്ളാഹു ലക്ഷ്യങ്ങളെ ഇപ്രകാരം വിവരിച്ചു തരുന്നത്.